ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഇഞ്ചിയും പുളിയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ പുളിഞ്ചി എന്നാവും പറയുക, ഞങ്ങൾ ഇഞ്ചിയും പുളി എന്ന് പറയുക. അതിനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിലേക്ക് ഒരു 8 പച്ചമുളക്, ഒരു ചെറിയ സവാള, ഒരു തക്കാളി, ഒരു 10 വെളുത്തുള്ളി ചെറുതായി അരിയണം കേട്ടോ. ഒക്കെ ലേശം വേപ്പിലിടുക. എന്നിട്ട് പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. എന്നിട്ട് നന്നായി തിരുമ്പുക. പിന്നെ കുറച്ച് പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്താൽ മതി പുളി. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസുമ്മ വെക്കാം. ഇതിൽ ഞാൻ ശർക്കര ചേർത്തിട്ടില്ല. ഇവിടെ വീട്ടിലാർക്കും ഇഷ്ടമില്ലാത്ത കാരണം, മധുരാർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറ്. സ്റ്റവ് ഓണാക്കണേക്കാട്ടും മുന്നേ ഞാൻ ഉപ്പിട്ടുണ്ട്. അത് ഞാൻ മറന്നു പോയി പറയാം. നന്നായി തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇനി ഈ പരുവായിട്ട് വരുമ്പോൾ നമുക്ക് ചട്ടി ഇറക്കി വെക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/4 ടീസ്പൂൺ കടുക് ഇടുക, 1/4 ടീസ്പൂൺ ഉലുവ ഇടുക, 4 വറ്റൽമുളക് മുറിച്ചിടുക, ലേശം വേപ്പിൻ്റെ ഇല. നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇഞ്ചും പുളിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചും പുളി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.